ജമന്തി ജമന്തി എടി എന്റെ ഹെൽമെറ്റ് സ്കൂട്ടർ വേടേ അത് ശരി തോൽപ്പിക്കാനുള്ള ശ്രമം. നീ വരുമ്പോ എനിക്ക് ഇത്തിരി എണ്ണയും കുഴമ്പും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. വൈകുന്നേരത്തെ കൂടെ ഉള്ളു. അതെന്തമ്മ ഇത് മൊത്തം എന്ത് ചെയ്തത്? മൊത്തം അങ്ങോട്ടു അല്ല ഞാൻ കുടിക്കും. ബാക്കി കുടിച്ചായിരുന്ന അത് പറയണ്ടായിരുന്ന. അച്ഛനെ കുറച്ച് വാരണാതി കഷായം കൂടെ. നിങ്ങൾ ഇങ്ങനെ കൊട്ടച്ചുക്കാതെ വാരണാതി എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നല്ലേ മാസം തീർന്നിട്ടില്ല. ഇനി 1-ാം തീയതി ശമ്പളം കിട്ടുള്ളൂ. എന്താ എനിക്ക് ആരുടെയും ചക്കാത്തൊന്നും വേണ്ട. നീ എനിക്ക് തരാനുള്ള കാശിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്നിച്ചാൽ മതി. എന്താ അത് ശരി. ആ തക്കളി റെഡിയാ നോക്കണം. അവള് റെഡി ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ വരും. ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ ഇച്ചിരി തിരക്കില. ടോയ്ലറ്റിലല്ലടാ പോടാ. വെച്ചിട്ട് പോ, ഞാൻ വിളിക്കാം. ജോലി ടൈ എവിടെ എന്നോടാണ് ചോദിക്കുന്നത്. നടക്കങ്ങോട്ട്. ടൈ ടൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈ വരൂല. ടൈ എടുത്ത് കെട്ടണം. എവിടെ ഞാൻ വീക്കും. ഞാൻ പോയി ടൈ എവിടെയാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിളക്കി വേറൊരു വാതിൽ വെക്കാനാ. വേറെ വാതിലല്ലോ? ഇനി ഇവിടെ വേറെ വാതിൽ പിടിപ്പിക്കാൻ പോണേ? ഇവിടെ അല്ല, പാർട്ടി ഓഫീസിലെ ഒരു വാതിലിന്റെ ഒരു വിജാവരി പോയിരിക്കും. എങ്ങനെ എങ്ങനെ? പാർട്ടി ഓഫീസിലെ ഒരു വാതിലിന് ഒരു വിജാവരി പോയിരിക്കും. ആ നല്ലതാ. ഒരു കാര്യം ചെയ്, ഓട് പൊട്ടിയോ കുറെ ഓട് എടുത്തുണ്ട് പോ. അപ്പൊ ഇനി അവിടെ പൊട്ടുമ്പോ ഓടും വെക്കാം. 2 അതും ഊരിപ്പറിച്ചെടുത്തുണ്ട് പോക്കോ. നിങ്ങളെ കൊണ്ട് വലിയ പാടായിട്ടുണ്ടല്ലോ ക്ലീറ്റോ. വന്ന് വീട്ടിലെ സാധനങ്ങൾ എടുത്ത് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് വെക്കണോ? പാർട്ടി ഓഫീസ് നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ സംസാരിക്കല്ലോ, ഒരു പൊതുപ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനൊന്നും അല്ല നിങ്ങള് കേട്ടോ. കൊണ്ട് ഇവിടെ കഞ്ഞി കുടിക്കണുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. എവിടെ കഞ്ഞി കുടിക്കണം? ആര് കുടിക്കണ? ഓ ഈ കുന്തത്തിനെ തല്ലി പൊട്ടിക്കാൻ ആരാന്ന് നോക്കടി. ജോലി ചെയ്യാൻ സമ്മതിക്കൂല. അയ്യോ എന്തൊരു വെറുപ്പ്. പേരുള്ള ആരെങ്കിലും ആണെങ്കിൽ എടുത്താൽ മതി, അല്ലാതെ തന്നെ എടുക്കണ്ട. പേരുണ്ട്. എന്റെ മോളെ, നിന്നെ എന്തിനാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ പറ്റുന്നത്? അത്ര സെറ്റാകെ സ്പേസ് ഉണ്ട്. ആ എന്നാണ്ട് പോയിട്ടില്ല. ഫോണിന് കുഴപ്പമൊന്നുമില്ല. ക്ലീറ്റോ കരച്ചിൽ നിർത്താൻ എന്താന്ന്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. പൈസ തരാൻ ഞാൻ. കനക എടാ ഒന്നും വന്നോടാ. എന്താ വാതില് തരാത്തോണ്ടാണോ? പിള്ളേരെ പോലെ കരയാതെ കാര്യം പറഞ്ഞേ. എനിക്കറിയില്ല. ഫോൺ എന്തൊരു ഫോൺ വന്ന കരയണതാ. എന്താ കാര്യം പറ. എന്താ പൈസ തരാനുള്ള വല്ലതും പോയാ? പുറത്താക്കിയ നാത്തൂനെ. അയ്യോ പാർട്ടിന്ന് പുറത്താക്കിയതാണോ? വേറെ പാർട്ടിയിൽ ചേരാൻ ക്ലീറ്റോ. എനിക്കറിയില്ലടാ. ഫോണിൽ വിളിച്ചതാരാ? ഫോണിൽ ആരാ വിളിച്ചത്? അപ്പച്ചന്റെ ഫോണോ? അതിന് കരണത്തിനല്ലേ സങ്കടപ്പെടല്ലേ? കാര്യം പറഞ്ഞേ. പോയി നമ്മളൊക്കെ വിട്ടിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. എല്ലാ അപ്പച്ചന്മാരും മരിക്കും. അല്ല കണ്ടില്ലേ, ഇവിടെ അച്ഛൻ ഇന്ന് മരിക്കും നാളെ മരിക്കും പറഞ്ഞ് കിടന്നിട്ട് എത്ര നാളായി കിടക്കുവോ ഇങ്ങനെ. അതുപോലെയാണ് ഇത്. എനിക്ക് സമാധാനത്തിൽ ഒരു ചായ കൊടുക്കാൻ പറ്റിയിട്ടില്ല.
അതുകൊണ്ടൊക്കെ അല്ലേ നാത്തുവിനെ അപ്പച്ചൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. അതെന്ത് വർത്താനോടി നീ പറഞ്ഞത്? അമ്മ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ചായ കുടിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ആയുസ് കുറവാ. വിളിച്ച് കൊതി തീർന്നില്ല. അളിയ നിങ്ങളെല്ലാവരും വേഷം മാറുക, നമുക്ക് വീട്ടിലോട്ട് പോവാം. അളിയ വേഷം മാറുകളെ എല്ലാം റെഡി ആയിട്ട് നീ വേഷം അങ്ങേരെ ഒരു പാവമായിരുന്നു, പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്നെ കണ്ടാൽ എന്തോ ഒരു ജീവനായിരുന്നെന്ന് അറിയാമോ? നീ പറഞ്ഞിട്ട് എന്താ കാര്യം? ഷോ ആ പെണ്ണും പുള്ള എന്റെ അമ്മോ എന്തൊരു ജഗജില്ലായിരുന്നു. ആ ഈ സീരിയലിലെ അമ്മാവന്മാക്കാരും കഷ്ടമായിരുന്നു. ഓ തങ്കത്തിനായിട്ട് പെടാപ്പാട് പെടുത്തിയില്ല. അല്ല എന്തിനാ പറയുന്നത്, നല്ലവരെ ദൈവം പെട്ടെന്ന് എടുക്കുമെന്ന് വിചാരിച്ചു. പിന്നെ എന്റെ പൊന്നെ എന്റെ തങ്കത്തിനൊരു ആശ്വാസമായിരുന്നു. പറഞ്ഞിട്ട് കഥയില്ലല്ലോ. അമ്മ എന്തിനാ അവിടെ ഇരുന്നോണ്ട് എന്റെ അച്ഛനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ എന്തോന്ന് പറഞ്ഞെന്നാ നീ പറയുന്നത്? പിന്നെ എന്റെ അച്ഛനെ പറ്റി അച്ഛൻ എന്നെ വലിച്ചു കിടക്കുവാന്നൊക്കെ നിന്റെ അച്ഛൻ വലിച്ചു കിടന്നിട്ടല്ലേ പറഞ്ഞു? എത്ര പ്രാവശ്യം ചത്തേന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അമ്മ എന്തിനാ ജീവിച്ചിരിക്കുന്നവരെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെ തന്നെ ഞങ്ങള് നേർച്ചയും കാഴ്ചയൊക്കെ വെച്ചിട്ട് അച്ഛൻ അങ്ങനെ എല്ലാരും അങ്ങനെയാ. നേർച്ച നിലവിളക്ക് വെച്ചിട്ടൊക്കെ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. ചിലർ പ്രാർത്ഥിക്കും ദൈവമേ എന്റെ അച്ഛന്റെ ഉയരം എടുക്കണേ ഇഷ്ടം കഷ്ടപ്പെടുത്താതെ അങ്ങനെ പറയുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കുറെ നാളോട്ട് വലിപ്പ് തന്നെ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. നീ വലിയ ഡയലോഗ് അടിക്കണ്ട. നീ തങ്കത്തിനടുത്ത് എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? അവള് ചായ ഇട്ട് കൊടുക്കാത്തവനാണ് ആ മനുഷ്യ ഇത്ര നാൾ ജീവിച്ചത്. ഏട്ടാ ഞാൻ അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്. നീ എന്തർത്ഥത്തിൽ അവരങ്ങനെ വിചാരിച്ചത്? ഞാനെന്ത് ചെയ്യാനാ? നീ ഇപ്പൊ ഞാൻ പറഞ്ഞതിന് അങ്ങനെ അർത്ഥം കൽപ്പിച്ചാ ഞാൻ എന്തോ ചെയ്യാനാ? നിനക്കെല്ലാം അർത്ഥവും കൽപ്പിക്കാം. ഒരു മരണ വീടല്ലേ? അതുകൊണ്ട് ഞാനാണോ ഇപ്പൊ കുറ്റം ചെയ്തത്? എന്ത് കഷ്ടമെന്ന് പറ. ഞാനാ കുറ്റം ചെയ്ത്. അമ്മ പോ. ഞാനാ കുറ്റം ചെയ്ത്. അമ്മ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നു വന്നിരിക്കുന്നു എന്റെ നേരെ. എന്താ? നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. മൂത്തോക്കടി നീ. നിനക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഈ പ്രായത്തിന് മുതിർന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി പറഞ്ഞാലേ ജയിക്കും എന്നുള്ള ചിന്ത വേണ്ട. അമ്മ എന്തെങ്കിലും പറഞ്ഞോണ്ട് നീ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? നാളെ നീ ഇത് കണക്കാവും. അപ്പോഴാ പോയി ഡ്രസ് എടുത്തിട്ട്. എന്ത് ചെയ്യുന്ന വണ്ടി വിളിച്ച് അറേഞ്ച് ചെയ്ത്. ഫസലേ ഇല്ലടാ ഞാനിന്ന് വരുന്നില്ല. നമ്മൾ ക്ലിയറ്റോട് അപ്പച്ചൻ മരിച്ചു പോയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുക. ഞാൻ എന്തായാലും വിളിച്ചോളാം. അമ്മ ജമന്തി ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് എത്ര നേരമായത്? ഈ ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം എങ്ങനെയാണ് അമ്മ? നമ്മളൊക്കെ എല്ലായിടത്തും എല്ലാവരും ആണുങ്ങളൊക്കെ റെഡി ആയിരുന്നാലും പെണ്ണുങ്ങൾ ഒരു തരത്തിൽ സമയത്ത് വരും. ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ശരി, അമ്പലത്തിൽ പോകണമെങ്കിൽ കല്യാണം ആയാലും ശരി, കണ്ണാക്കാലും ശരി, ഇങ്ങനെ തന്നെ. എടാ നിങ്ങളെ പോലെയാണോ ഞങ്ങള്? നിനക്കൊരു ഷർട്ടും മുണ്ടും എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി. അതുപോലെയാണോ കൊച്ചു പെൺപിള്ളേര്? അല്ലാടാ പെൺപിള്ളേരുടെ കാര്യം ഞാൻ തുടങ്ങി വന്നല്ല, നിന്റെ പെണ്ണുപിള്ളേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെൺപിള്ളേർക്ക് അതിൻ്റെതായ രീതിയിലേക്കേ വരാൻ ഒക്കത്തുള്ളൂ. അവിടെയൊക്കെ പറക്കി അടുക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടേ വരാൻ പറ്റൂ. അല്ല മക്കളെ, നമ്മൾ ഈ പാലായി പോണത് കോട്ടയം വഴിയാണോ? അല്ല പിന്നെ നമ്മുടെ ഹവിൽദാരുടെ ഒരേ ഒരു പെങ്ങളല്ലയോ പത്മാഷി? പത്മാഷി സുഖമില്ല അടക്കല്ലയോ? എനിക്ക് അവരെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അപ്പച്ചി ഇവിടെ ഇല്ല, ബോംബെയില. അല്ലല്ല മോളെ കൂടെ നിൽക്കുന്നത്. അഴകാശം പറഞ്ഞല്ലേ ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന്. അത് അന്നായിരിക്കും, ഇപ്പൊ ഒരാളായല്ലേ പറഞ്ഞിട്ട്. നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചേ. അഴകാശം പറഞ്ഞതല്ലേ ഒന്ന് ചോദിച്ചു. അവിടെ ഇരിക്കും, അവള് വരട്ടെ. നീ ഇനിയിപ്പോ ഒരുക്കിട്ട് വരുമ്പോ ഒരു നേരാവും. നീ കല്യാണത്തിൽ പോവല്ല, ഒന്ന് വേഗം വാ ജമന്തി. നീ ഒന്ന് ഫോൺ ചെയ്യ്. ഒന്ന് ഫോൺ ചെയ്തേ. ആരെ ജമന്തി? ഇവിടെ ഒന്ന് ഫോൺ ചെയ്യടാ. പത്മാഷി അവിടെ ഉണ്ടായില്ലെന്ന് അറിയാൻ. ഒരാള് ഒരാൾ മരിച്ചു കിടക്കാം, അവിടെ പോവേണം. അതിന്റെ ഇടയിൽ ഇനിയിപ്പോ പത്മാഷി, കമലാഷി. അപ്പച്ചി കനാന എവിടെ ഉണ്ട്? അത് ശരി.
ആ അല്ല ഞങ്ങൾ വേറൊരു ആവശ്യമായിട്ട് പാല വരെ പോകുന്നുണ്ട്. ഒരു തങ്കത്തിൻ്റെ ഭർത്താവില്ലേ, അവൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. ആ അപ്പോൾ അവൾ അങ്ങോട്ടൊന്ന് പോകുന്നു. അപ്പോൾ പോണ വഴിക്ക് അമ്മയ്ക്ക് അപ്പച്ചി ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഇതെന്തായാലും അങ്ങോട്ട് വരാം, നമ്മൾ വരുന്ന വഴി വരാം. ശരി ശരി. എങ്ങനെയുണ്ട്? അവിടെ ഉണ്ട്. പിന്നെ അമ്മ പോകുമ്പോഴല്ല തിരികെ വരുമ്പോൾ നമുക്ക് അവിടെ കാണാം. അയ്യോ അത് മതി. കാരണം കാര്യമൊക്കെയാണ് പ്രധാനം. നീ കല്യാണത്തിൽ പോണടി? കല്യാണത്തിൽ പോണ അല്ല, പിന്നെ താമസിക്കുന്നതിന് ഞാൻ റെഡിയാവും. ഇപ്പൊ ഇറങ്ങി പോണു. ഞാൻ നാത്തൂൻ എന്തായാലും നോക്കിട്ട് വരട്ടെ. ഓ ഇവിടുന്ന് വിളിച്ചു വെച്ചാ പോരെ? പെട്ടെന്ന് വരാൻ പറ. ആ ഇത് അവിടെ പോയി വീണ്ടും കണ്ണാടി നോക്കാൻ പോകാമായിരിക്കും. ഡാഡിനെ നോക്കണേ. നോക്കമ്മ അതല്ലേ നമ്മളിപ്പോ അങ്ങോട്ട് പോവല്ലേ? മക്കൾക്കറിയാമോ അപ്പച്ചന് ഡാഡി കൊണ്ട് അവലോസുട്ട വേണമെന്ന് പറഞ്ഞ ഏത് പാതിരാത്രിയായാലും ഡാഡിക്ക് അവലോസുട്ട വിഷമിക്കല്ലേ, നാത്തൂൻ റെഡി ആയില്ലേ? അവിടേക്ക് എല്ലാരെയും വിളിച്ചു പറഞ്ഞോ? ആര് വിളിച്ചു പറയാൻ? എനിക്ക് ആരെങ്കിലും അറിയോ അവിടെ? ക്ലാര ചേച്ചി അടുത്ത് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല. എങ്ങനെയാ വിളിക്കണേ ക്ലാരനെ? ക്ലാര അറിഞ്ഞില്ലെങ്കിൽ അവൾ അറിയിക്കണ്ട. അവൾക്ക് താങ്ങൂടാന്ന്. എന്റെ ക്ലീറ്റോ ഇങ്ങനെ പേടിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. ക്ലീറ്റോ അല്ലേ അവിടെ ധൈര്യം കൊടുക്കാനുള്ള. എന്നെ ആദ്യമായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ച അപ്പച്ച അപ്പച്ച. നാത്തൂൻ എന്തായാലും ക്ലാര ചേച്ചി ഒന്ന് വിളിക്കേ. ഞാൻ എന്നിട്ട് എന്താ പറയണേ? നീ ദൂരെയുള്ള ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് പറയാം. എനിക്കറിയില്ല അവരുടെ ബന്ധുക്കളൊക്കെ എവിടെയാണ്. എനിക്ക് ആ ക്ലാര ചേച്ചി എന്തായാലും വിളിക്കേ. അവൾക്ക് പ്രഷർ ഉള്ളത്. അവൾ ചിലപ്പോ ദേഹം തളർന്ന് വീഴും. അറിഞ്ഞില്ലെങ്കിൽ പറയണ്ട. ഹലോ 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 ആ ക്ലാരേ, ഞങ്ങള് ഇവിടുന്ന് എവിടെയാ? ടൗണിലോ? റബ്ബറിന്റെ ഒരു മിനിറ്റ്. എന്താ ക്ലാര അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ക്ലാര പുറത്തു പോയി നേരത്തെ അപ്പച്ചന് വയ്യാതായെന്ന് തോന്നുന്നു. നാത്തൂൻ എന്തായാലും പറ, എപ്പോഴാണെങ്കിലും അറിയാനുള്ളതല്ലേ. ഒന്ന് വിളിച്ച് പറയേ. ക്ലാര അറിഞ്ഞിട്ടില്ല. നാത്തൂൻ ടൗണില് റബ്ബർ കടയിൽ ഷീറ്റ് വിൽക്കാൻ വേണ്ടി നിൽക്കണോ? ഞാൻ എന്തൊന്ന് പറയാൻ? എങ്ങനെയാണ് അപ്പച്ചൻ മരിച്ചു പോയെന്ന് പറയും. ഞാൻ വിളിച്ചു പറയാം. വിളിക്കട്ടെ. ക്ലീറ്റോ ധൈര്യമായിട്ട് ഇരിക്കും. എന്റെ പൊന്ന് ക്ലീറ്റോ, ഞാൻ പറയണതൊന്ന് കേക്ക്. ഹലോ, ആ ക്ലാര ചേച്ചി, ഞാൻ ജമന്തിയാ. ഇല്ല കുഴപ്പമൊന്നുമില്ല. ആ ചേച്ചി, അല്ല വേറൊന്നുമില്ല. ഈ മരണമെന്നൊക്കെ പറയുന്നതേ എല്ലാവർക്കും വരത്തില്ലേ ചേച്ചി? അതല്ല, ഇപ്പൊ ചേച്ചി മരിക്കും, ഞാനും മരിക്കും, അച്ഛനും അമ്മയും എല്ലാവരും മരിക്കത്തില്ലേ? അയ്യോ അതല്ലേ ചേച്ചി, ഇവിടെ അങ്ങനെ ആർക്കും കുഴപ്പമൊന്നുമില്ല. ഇല്ല ക്ലീറ്റസ് ചേട്ടന് ഒരു കുഴപ്പമില്ല. ചേച്ചി ഒരു പണി, പെട്ടെന്നൊന്ന് വീട്ടിലോട്ട് ചെല്ലേ. അപ്പച്ചൻ എന്തോ സീരിയസ് ആന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്നൊന്ന് ചെല്ല്. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇല്ല, പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് ചെന്നാ മതി. ആ ശരി ശരി. ക്ലീറ്റോ ഒന്ന് എണ്ണേക്ക്. ഇപ്പൊ വരാന്ന് പറയുന്നു. ചെല്ലുന്നു. പെട്ടെന്ന് അല്ലാതെ വണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുവന്നേ. അമ്മ ഇത് എവിടെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? ക്ലീറ്റോട് അപ്പച്ചൻ മരിച്ചു പോയത്. ഒരു കാര്യം, ഞങ്ങൾ അതുവഴിയാണ് വരുന്നത്. ഒന്ന് പുറത്തിറങ്ങി നിന്നാൽ മതി. ആ കടയുടെ അവിടെ നിന്നാൽ മതി. ഞങ്ങൾ എടുത്തോളാം. തങ്കം, നീ വണ്ടി വന്ന്. എടാ ഒരു 5 മിനിറ്റ്. ക്ലീറ്റോ കരഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ വരാം ഞാൻ. അമ്മ ഈ സാരി മതിയോ? ഈ സാരിക്ക് എന്താ കുഴപ്പം? അല്ല
നാശിയുടെ വീട്ടിൽ പോണത് കൊണ്ടാണ് മുമ്പിൽ നമ്മളിങ്ങനെ തോക്കാൻ പാടില്ലല്ലോ. പിന്നെ എൻ്റെ ഹവീൽദാർ മരിച്ചത് കൊണ്ട് ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുക. ഒരു വലിയ പണക്കാരിയാണെന്നാണ് അവരുടെ ഭാവം. അത് വേണ്ട. പിന്നെ എൻ്റെ വലിയ പണയത്തിലായി പോയില്ലേ, അതും കൂടെ ഇടായിരുന്നു. നല്ല അവളെ വീട്ടിൽ കയറുന്നുണ്ടാ. നിനക്കത് മതിയാ? അല്ല, എൻ്റെ നാത്തൂനല്ലേ അവിടെ തങ്കം അമ്മ ഇറങ്ങി, എല്ലാരും ഇറങ്ങിയടി. ഇങ്ങോട്ടൊന്ന് വാ, അവിടെ കൂടെ ഒന്ന് കയറണ്ടേ. ഭരണത്തിന് പോകുന്ന കറങ്ങാൻ പോണ അവർക്ക് ഉത്തരവാദിത്തം വേണ്ട. പോയില്ലേ, ഇനി എന്റെ മക്കൾ ആരാ അതെ, വാ തങ്കം, വേഗം പോടി. അവിടെ ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. നമ്മുടെ വേറെ ആരെങ്കിലും അറിയിക്കണോ നമുക്ക്? ഇനിയിപ്പോ വേറെ ആരും അറിയിക്കണ്ട, ഈ കാറിലെ അല്ല, പോണ വഴിക്ക് വിളിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെന്ന്. നീ അങ്ങോട്ട് മാറിയണോ? ഞാൻ കയറാം. കാലൊന്ന് നീട്ടി വെക്കണം. കിടന്ന് കരയുന്നത് വിളിക്കാൻ ചെയ്യുന്നു. മകളല്ലേ എടുക്കുന്നേ? ഭാഗത്തിൽ സംസാരിക്കാൻ മതി. ശരി ശരി. അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല, അപ്പച്ചൻ അവിടെ ഉണ്ട്. അപ്പച്ചൻ മരിച്ചിട്ടില്ലെന്ന് അപ്പച്ചൻ മരിച്ചെന്ന് പറഞ്ഞത് നിന്നെ വിളിച്ചാറോ അവിടെ? അത് മറ്റേ പത്രസച്ചായി. പിന്നെ അപ്പച്ചൻ മരിച്ചില്ലല്ലേ? പത്രസച്ചായ എന്തിനാ അങ്ങനെ പറഞ്ഞത്? പിന്നെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിട്ട് അപ്പച്ചൻ മരിച്ചില്ല. പത്രസജ നിങ്ങൾ എന്ത് തോന്നിയ സാർ കാണിച്ചേ? അപ്പച്ചൻ മരിച്ചു എന്നൊക്കെ കാണാൻ വിളിച്ചു ആൾക്കാരെ പറ്റിക്കുന്നേ. മരിച്ചോ? അളിയാ അളിയാ, അപ്പച്ചൻ മരിച്ചില്ല. അപ്പച്ചൻ മരിച്ചില്ല. മരിച്ചില്ല, പക്ഷെ അപ്പച്ചൻ മരിച്ചു. എടി, പത്രസജാന്റെ അപ്പച്ചനാ മരിച്ചേ, നമ്മളപ്പച്ചൻ മരിച്ചില്ല. നീ എന്തിനാണ് ഈ കാളെ പറ്റുന്ന കയറെടുക്കാൻ പോകുന്നത്? എന്നിട്ട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് കേൾക്കണം, അതിന് പ്രതികരിക്കാവൂ. അതുപോലെ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ അപ്പച്ചൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അപ്പച്ചനായിരിക്കും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തിക്കാനായിട്ട് വണ്ടി പിടിച്ചപ്പോൾ വെള്ളം പിടിച്ചിട്ട് എന്താ ഇത്? പത്മാക്ഷി ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചത് വെറുതെ ആശിപ്പിച്ചു കളഞ്ഞു. അങ്ങോട്ട് Alien versus Alien.